ജെയിൻ്റെ ജെയ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ മാറ്റി വെച്ചിട്ടില്ല. എല്ലാം അതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് സ്പോർട്സ് ആയാലും എല്ലാം ചെയ്തു. ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് ജെയ്ക്ക് വേണ്ടിയിട്ടും അങ്ങനെ പ്രത്യേകമായിട്ട് ലാസ്റ്റിക്കാണ് നോക്കിയത്. മാറ്റി വെച്ച് ഇരുന്നിട്ടൊന്നുമില്ല, പഠിച്ചിരുന്നിട്ടൊന്നുമില്ല. ഞാൻ ജെയ് പ്ലസ് ടുവിൻ്റെ ഒപ്പം തന്നെ പ്രതീക്ഷിച്ചിട്ടില്ലേനു ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ക്രാക്ക് ചെയ്തപ്പോൾ നല്ല സന്തോഷമായി, പാരൻസിന് എല്ലാവർക്കും നല്ല സന്തോഷമായി. ഞാൻ ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പഠിച്ചു തുടങ്ങിയത് പ്ലസ് ടു മുതലാണ്. ഞാൻ എജ്യൂബോർഡിൻ്റെ ബാച്ചും പല ക്ലാസ്സുകളും പല മോക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് പ്രിപ്പയർ ആയത്. എനിക്ക് ഫിസിക്സ് നല്ല ഇടങ്ങായിരുന്നു. ഫിസിക്സ് പഠിക്കാൻ കുറച്ച് ടഫായിരുന്നു. പിന്നെ ഇവരെ ക്ലാസ്സുകൾ പ്ലസ് ടു ചേർന്നതിന് ശേഷം കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാക്കാനും കുറച്ചും കൂടി സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയ പോലത്തിലായിരുന്നു ഇവരുടെ ക്ലാസ്സുകൾ. എല്ലാ വിഷയങ്ങളും കുറച്ചുകൂടി ഒന്നുകൂടി ബെറ്ററായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ലോവർ ക്ലാസ് മുതൽ തന്നെ ചെയ്ത് പ്ലസ് 1 മുതൽ ചെയ്ത് പഠിച്ച് ചെയ്യണം, ഒന്നുകൂടി ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. എഞ്ചിനീയറിംഗ് ഫീൽഡിങ് പോകാനായി താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് പ്ലസ് ടുന്ന് ജെഇൻ്റെ റേറ്റിലെ എജ്യൂബോർഡിൻ്റെ ബാച്ച് ചേർന്നതും ഇതാക്കിയതും. ഇനി അഡ്വാൻസ് ക്രാക്ക് ചെയ്യണം, മെയിൻസ് കഴിഞ്ഞ് അഡ്വാൻസ് ക്രാക്ക് ചെയ്യണം. ബിടെക് ആ ഒരു ഫീൽഡിലൂടെ തന്നെ ഫ്യൂച്ചർ ഉഷാറാക്കണം. ഞാൻ എജ്യൂബോർട്ട് വഴിയാണ് ജെയ്ക്ക് വേണ്ടി ക്രാക്ക് ചെയ്യാണ്ട് പ്രിപ്പയർ ചെയ്തതും പഠിച്ചൊക്കെ എജ്യൂബോർട്ടിൻ്റെ ബേസ് ആയിട്ടുള്ള ക്ലാസ്സും ഷെഡ്യൂൾസൊക്കെ ആണ്. അതുകൊണ്ട് തന്നെ ഓലെ സഹായം കൊണ്ട് തന്നെ കുറച്ചുകൂടി ഉഷാറായിട്ട് സിമ്പിളായിട്ട് ജെയ് ക്രാക്ക് ചെയ്യാൻ പറ്റി. സിമ്പിളായിട്ട് ജെയ് ക്രാക്ക് ചെയ്യാൻ പറ്റി. ഇനി മുതൽ ചെയ്യണ കുട്ടികൾക്കും ഇനി ജൂനിയേഴ്സായിട്ട് വരുന്ന കുട്ടികൾക്കും നീറ്റും ജെയ്ക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എജ്യൂബോർട്ട് ചെയ്യുന്ന നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിട്ട് ഓരോ സഹായത്തോട് ഓരോ മെൻറ്ററിങ്ങും കീഴിൽ നല്ല പഠിക്കാം, ഉഷാറായിട്ട് ചെയ്യാം.